ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വർഷത്തെ എൻ്റെ ഉമ്മച്ചി ഇല്ലാത്ത ഞങ്ങളുടെ ആദ്യത്തെ നോമ്പാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചേ വീഡിയോ എടുത്തോളൂ കേട്ടോ. ഒന്നാമത് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ തന്നെ ഒരു മടിയായിരുന്നു. പഴയ വ്ളോഗൊക്കെ കിടക്കുകയാണ്, അത് എഡിറ്റ് ചെയ്യണമെങ്കിലും എനിക്ക് ഇന്നലെ ഞാൻ ആ വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പറ്റിയില്ല. ഇന്നിപ്പോൾ എന്തായാലും ഇന്നലെ എടുത്ത റമദാൻ വീഡിയോ ഞാനങ്ങ് ഇടാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേ രാവിലെ അനിയത്തി വെള്ളമൊക്കെ കോരി വെക്കുന്നുണ്ട്. രാവിലെ അല്ല കേട്ടോ, ഇതൊരു ഉച്ച സമയം, സോറി, ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളമൊക്കെ കോരിക്കൊണ്ട് വെക്കുവാണേ. നമുക്ക് പിന്നെ റമദാൻ ആണെങ്കിലും അല്ലെങ്കിലും ചെയ്യേണ്ട ജോലികളെല്ലാം ഈ നോമ്പ് സമയത്താണെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഒന്ന് കൊച്ചുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലും ചെയ്യേണ്ടി വരും. അതുപോലെ നോമ്പ് ഇല്ലാത്തവർ കാണുമല്ലോ, വയസ്സായവരും അതുപോലെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉള്ളവരെ വീട്ടിൽ നമ്മൾ പഴയ ജോലി എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ചില ആളുകൾ വേണമെങ്കിൽ ചോദിക്കും, എന്താ എനിക്ക് നോമ്പൊന്നും ഇല്ലയോ, നീ ചോറും കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും. അപ്പോൾ രാവിലത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ നിരങ്ങിയെടുത്തൊക്കെ ഞാൻ ആദ്യത്തെ ഇത് നമ്മളെ രാവിലത്തെ കറിയും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പാക്കും കൊച്ചിനുമൊക്കെ ചോറ് കൊടുക്കണമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ കുറച്ച് ഈത്തപ്പഴമൊക്കെ കിട്ടിയ ഞാൻ അതൊക്കെ ഒന്ന് കുപ്പിക്കകത്തൊക്കെ ഇട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് പിന്നെ ഞാൻ വ്ളോഗ് എടുക്കാനായിട്ട്, അതായത് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് വൈകിട്ടാണ് കേട്ടോ. രാവിലെ ഒന്നും പിന്നെ ഞാൻ എടുത്തില്ലായിരുന്നു, മടിയായിരുന്നു. പിന്നെ ഖുർആനൊക്കെ ഓതാനുണ്ടായിരുന്നു, ഖത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യം, നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടക്കണമല്ലോ. അതാണല്ലോ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ദേ ഞാൻ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അടുക്കളയിലോട്ട് വന്നിട്ട് ഇനിയിപ്പോൾ കഞ്ഞി വെക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ റമദാൻ മാസത്തിൽ നമ്മൾ വെക്കുന്ന ബിരിയാണി കഞ്ഞിയാണ്, മസാലയൊക്കെ ഇട്ടിട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കഞ്ഞി വെക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം പാപ്പാക്ക് ഇത് വലിയ ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ കഞ്ഞി വയ്ക്കുന്ന കാര്യം ചിന്തിച്ചില്ല. 2-3 നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ കഞ്ഞിയാണ് കേട്ടോ നമുക്ക് ഈ 30 നോമ്പിനും നല്ല ആരോഗ്യം തരുന്നതും ഈ കഞ്ഞി തന്നെയാണ്. നല്ലൊരു കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി കുറച്ച് പച്ചക്കറി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ബീൻസ്, ഒട്ടുമിക്ക പച്ചക്കറിയും നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു കഷ്ണം മത്തങ്ങ, ഒരു ക്യാരറ്റ്, സവോള, തക്കാളി, പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇടാം, എൻ്റെ കയ്യിൽ ഇതില്ല കേട്ടോ. അപ്പോൾ ഞാൻ മത്തങ്ങയും ക്യാരറ്റും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതേ സവോള തോലൊക്കെ പൊളിച്ച്, അതുപോലെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങയും അതുപോലെ ക്യാരറ്റും ഒക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഇതേ നമ്മൾ ഈ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഞ്ഞി കുടിക്കാത്തവർ, ഇങ്ങനെ കുടിച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഒരു കഞ്ഞി ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ക്ഷീണത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. ശരിക്കും ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഈ വൈകുന്നേരങ്ങളിൽ വ്ളോഗ് എടുക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഈ കളറ് കണ്ടില്ലേ, ഒരു ക്ലിയർ ഇല്ലാത്തതുപോലെ, ഒരു ഇരുട്ട് പോലെ തോന്നുന്നില്ലേ. അതാണ് ശരിക്കും ഞാൻ വൈകുന്നേരങ്ങളിലുള്ള വ്ളോഗൊന്നും എടുക്കാതിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല, വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം ചെറുതായിട്ട് കാണും, നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം കിടപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഇഡ്ഡലിക്കുട്ടുവാട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജീരകമാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, അതുപോലെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ മുഴുക്കനെ ആ ജീരകം അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 7 കുരുമുളക് ഒന്ന് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. പിന്നെ പച്ചരിയാണ് കഞ്ഞിക്ക് എടുക്കുന്നത്. പച്ചരി നല്ലതുപോലെ കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, പെരിഞ്ജീരകം ആണെങ്കിൽ പൊടിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ അതേ ചെറിയൊരു കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിയുടെ മണമാണ് കേട്ടോ ഇതിന്. അതിനാണ് ബിരിയാണി കഞ്ഞി, മരുന്ന് കഞ്ഞി എന്നൊക്കെ പറയുന്നത് ഇതിന്. ഞാനിത് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് അവരുടെ അടുത്ത് പള്ളിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന കഞ്ഞിയാട്ടോ. എനിക്കത് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ അതുവരെ ഇങ്ങനെ ഒരു കഞ്ഞി കുടിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ സാധാരണ കഞ്ഞി വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ളൊരു കഞ്ഞി ഞാൻ കുടിച്ചത് കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് അവിടുത്തെ പള്ളിയിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ ഇതേ അരിയൊക്കെ കഴുകിയിട്ടിട്ട് കൊടുത്തു. പിന്നെ രാവിലെ രാവിലെ കൊണ്ടുവന്ന മീനല്ല, തലേന്ന് കൊണ്ടുവന്ന മീനായിരുന്നു. അപ്പോൾ അത് ഞാൻ കറി വെച്ചിട്ട് ബാക്കി കുറച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങോട്ടങ്ങ് പൊരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വഴുതനങ്ങയും വെണ്ടയ്ക്കയൊക്കെ മെഴുക്കുരട്ടിക്ക് അരിഞ്ഞ് രാവിലെ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നെ അത് വെച്ചതുമില്ലായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ വൈകിട്ട്
മെഴുക്കുരട്ടിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ പൊരിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോമ്പുറയുടെ സമയമൊക്കെ ആയി വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഒരു 2-3 പഴവും കുറച്ച് ഈത്തപ്പഴവും കൂടെ ഒക്കെ ഇട്ടിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഞാനൊരു ജ്യൂസാക്കി അങ്ങ് എടുത്തിട്ട് ഒരു ഷേക്ക് പോലെ അങ്ങ് ആക്കിയെടുത്തു. അപ്പോൾ ഇതങ്ങ് നേരത്തെ അടിച്ചങ്ങ് ഫ്രിഡ്ജിലോട്ടങ്ങ് വെച്ചിരുന്നതാണ് കേട്ടോ. ആ സമയം തന്നെ ഒരു 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു ടൈമിൽ. അങ്ങനെ ജ്യൂസ് അടിച്ച് മാറ്റി വെച്ചു. ഈ സമയത്തെ ഞാൻ കഞ്ഞിക്ക് അരപ്പിട്ടത് കാണിക്കാൻ മറന്നുപോയി കേട്ടോ. കഞ്ഞിക്ക് അരപ്പെന്ന് പറയുമ്പോൾ ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് തേങ്ങ, അതിലും കുറച്ച് ജീരകം, വെളുത്തുള്ളി ഒക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിലേക്ക് വേണേൽ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതങ്ങ് അരച്ചൊഴിച്ചങ്ങ് കൊടുത്താൽ മതി. പിന്നെ മല്ലിയില, കറിവേപ്പിലയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ഈ അരപ്പൊഴിക്കുന്ന വീഡിയോ, അരച്ചെടുക്കുന്നതൊന്നും ഞാൻ കാണിച്ചില്ല, വീഡിയോ എടുത്തില്ല, ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കഞ്ഞിക്ക് നല്ല കളറുണ്ട്, മഞ്ഞ കളറുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ആ കളർ അങ്ങോട്ട് കാണിക്കുന്നില്ല. പിന്നെ ആപ്പിളൊക്കെ എടുത്തു. ഇത് മാങ്ങ പോലെ പുളിപ്പുള്ള ആപ്പിളായിരുന്നു കേട്ടോ. കരിമുരായിരുന്നു, പക്ഷേ മാങ്ങ പോലെ നല്ല പുളിയുള്ള ആപ്പിളായിരുന്നു. അത്ര മധുരമില്ല, പുളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനതിൽ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചു. പാത്തുക്കുട്ടിക്ക് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പാത്തു ഇങ്ങനെ പുളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രം കട്ട് ചെയ്ത് വെച്ചു, ബാക്കി ഒരെണ്ണം മാറ്റി കേട്ടോ. പിന്നെ അതിലേക്ക് ഈത്തപ്പഴമൊക്കെ എടുത്ത് വെച്ച് ആ സമയം തന്നെ നമുക്ക് ബാങ്ക് കൊടുക്കാൻ സമയമായി വരുമായിരുന്നു. ചായക്കുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പിലോട്ട് വെച്ച് ചായ റെഡിയാക്കുന്നുണ്ട് അനിയത്തി. അങ്ങനെ അതേ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചു, 2-3 ഈത്തപ്പഴം എടുത്ത് വെച്ച്, പിന്നെ കുറച്ച് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ടാങ്ക് എടുത്ത്. അപ്പോൾ അങ്ങനെ അതും കൂടിയൊക്കെ ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷം. കുഞ്ഞൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം മറ്റു വീഡിയോ ആയിട്ട്.